ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ വിശുദ്ധ ദിവസത്തിലും ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ നമ്മളെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായനഭാഗം യെഹെസ്കേൽ പ്രവചനം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 3 വാക്യം. കയ്യഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി. യേശുവിൻ്റെയും യോഹന്നാൻ സ്നാപകന്റെയും കാലത്ത് യഹൂദരുടെ അത്യുന്നതമായ സന്നദ്രീമിൻ്റെ അധ്യക്ഷനായിരുന്ന മഹാപുരോഹിതനായിരുന്നു കയ്യാഫാവ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് യോസെഫ് എന്നായിരുന്നു. എന്നാൽ കയ്യാഫാവ് എന്നത് ഇരട്ടപ്പേരും ആയിരുന്നു എന്ന് കാണുന്നു. ദർശകൻ, അന്വേഷകൻ എന്നിവയാണ് ഈ പേരിൻ്റെ അർത്ഥങ്ങൾ. കയ്യാഫാവ് റോമിനോട് കൂറു പുലർത്തുകയും ദേശ അധിപതിക്ക് അമിതമായി കൈക്കൂലിയും കൊടുത്തിരുന്നതായി കാണുന്നു. കാരണം റോമൻ ദേശാധിപതിക്ക് ഓരോ വർഷവും ഈ സ്ഥാനത്തേക്കായി പുതിയ ആൾക്കാരെ നിയമിക്കുവാനുള്ള അധികാരമുണ്ട്. എന്നാൽ കയ്യാഫായാകട്ടെ അമിതമായി കൈക്കൂലി കൊടുത്ത് നീണ്ട 19 വർഷം മഹാപുരോഹിതനായി തുടരുകയും ചെയ്തു. ബുദ്ധിമാനായ നിയമജ്ഞനും ആലോചനയിലും നയതന്ത്രത്തിലും സമർത്ഥനുമായിരുന്നു കയ്യാഫാവ്. കാരണം ഇത്രയും ദീർഘവർഷങ്ങൾ ആരും മഹാപുരോഹിത സ്ഥാനം വഹിച്ചിട്ടില്ല. പരീശന്മാർ യേശുവിനെ മതവിശ്വാസത്തിൻ്റെ പേരിൽ എതിർത്തതായി കാണുന്നു. എന്നാൽ ജനങ്ങൾ യേശുവിന് നൽകിയിരുന്ന അംഗീകാരം സദൂക്യരായ മതപുരോഹിതന്മാർക്കും ഇഷ്ടമായില്ല. അങ്ങനെ ധാരാളം ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചപ്പോൾ അത് റോമിനെതിരായുള്ള ഒരു വലിയ സംഘമാകുമെന്നും റോമ പട്ടാളം യഹൂദർക്കെതിരെ നീങ്ങുമെന്നും അധികാരികൾ അന്ന് ഭയന്നിരുന്നു. അതിനാൽ സന്നദ്രീം സംഘയോഗത്തിൻ്റെ അധ്യക്ഷനായ കയ്യാഫാവ് അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമാണ്: ഒരാൾ മരിക്കുന്നതാണ് ജനങ്ങളെല്ലാം നശിക്കാതിരിക്കുവാനുള്ള പ്രതിവിധി. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനാൽ നസറായനായ യേശുവിനെ വധിക്കണമെന്നും അങ്ങനെ റോമരുടെ പ്രീതി സമ്പാദിക്കാമെന്നും കയ്യാഫാവ് കരുതിയിരുന്നു. പെസഹായ്ക്ക് 2 ദിവസം മുൻപ് കയ്യാഫായുടെ വസതിയിൽ പ്രധാന പുരോഹിതന്മാരും മൂപ്പന്മാരും ഒരുമിച്ചുകൂടി യേശുവിനെ രഹസ്യമായി അറസ്റ്റ് ചെയ്ത് കൊല്ലുവാൻ ആലോചിക്കുന്നു. സന്നദ്രീമിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ കയ്യാഫാവ് ഈ ആലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറിവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അതാണ്. യഹൂദ നിയമപ്രകാരം ഒരു കള്ളപ്രവാചകനെ വിസ്തരിച്ച് വിധി കൽപ്പിക്കുവാൻ സന്നദ്രീം സംഘത്തിനെ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സന്നദ്രീം സംഘം ഔദ്യോഗികമായി കൂടേണ്ടത് ദേവാലയത്തിനുള്ളിലെ ഒരു പ്രധാന സ്ഥലത്തായിരുന്നു. എന്നാൽ ഇവിടെ യേശുവിനെ വിസ്തരിക്കുന്നത് കയ്യാഫായുടെ സ്വന്തം വസതിയിൽ വെച്ചാണ്. മാത്രമല്ല സന്നദ്രീം സംഘത്തിൻ്റെ സമക്ഷമുള്ള വിസ്താരം ജനത്തിൻ്റെ വിസ്താരവും വിധി കൽപ്പിക്കലുമായി കയ്യാഫാവ് ആക്കി തീർക്കുന്നു. അത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിൽ നിയമവും അധികാരങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിച്ച് നീതിമാനായവനെ കുരിശിൽ തറയ്ക്കുവാൻ കയ്യാഫാവ് മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ന്യായവും നീതിയും വറ്റിയ ഒരു സമൂഹത്തിന് മുന്നിൽ ക്രിസ്തു യാഗമായി തീരുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കരുണ വറ്റിയ ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ കരുതലിൻ്റെ കരം നീട്ടുവാൻ നമുക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കുവാനല്ല, മറിച്ച് നീതിയും ന്യായവും സമൂഹത്തിന് കാഴ്ചവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.